നാഴികയ്ക്ക് 40 വട്ടം സവർക്കറെ വിമർശിക്കുമ്പോൾ ഇങ്ങനെ ഒരു പണി കോൺഗ്രസ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. സവർക്കർ എന്ന് പറയുന്ന വ്യക്തി രാജ്യത്തിന് ദ്രോഹം ചെയ്ത മനുഷ്യനാണ്, ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയ വ്യക്തിയാണ് എന്നൊക്കെയാണ് കോൺഗ്രസ്സുകാർ യാതൊരുവിധ അടിസ്ഥാനവുമില്ലാതെ ചരിത്രബോധമില്ലാതെ ഇങ്ങനെ സഭയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേ സഭയിൽ കോൺഗ്രസിന് ഒരു 8ന്റെ പണി കിട്ടിയിരിക്കുകയാണ്. കോൺഗ്രസിന് കിട്ടിയ പണി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛൻ്റെ ഒരു കത്ത്, ആ കത്ത് രാഹുൽ ഗാന്ധിയുടെ അമ്മയായിട്ടുള്ള സോണിയാഗാന്ധി 2008 PMML, അതായത് പ്രൈം മിനിസ്റ്ററുടെ മ്യൂസിയമാണ് ഈ PMML എന്ന് പറയുന്നത്. ആ PMMLൽ നിന്ന് സോണിയാഗാന്ധി എടുത്തു മാറ്റി. 2008 PMMLൽ നിന്ന് എടുത്തു മാറ്റാനുള്ള കാരണം 2008 ശേഷം ഈ PMML അതിലെ കത്തുകളും മറ്റ് രേഖകളുമെല്ലാം ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിക്കാനുള്ള ഒരു തീരുമാനമുണ്ടായി. ആ തീരുമാനത്തിന് മുമ്പ് ധൃതിപ്പെട്ടാണ് സോണിയാഗാന്ധി ആ കത്തുകളും മറ്റും എടുത്തു മാറ്റിയത്. ആ കത്തുകൾ തിരിച്ചു വേണം എന്നാണ് ഇപ്പോൾ പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയോട് PMMLലെ അംഗം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കത്ത് ഇനി ജവഹർലാൽ നെഹ്റു ആർക്കാണ് എഴുതിയത് എന്നറിയണ്ടേ? ഈ കത്ത് നമ്മളെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരുടെ ആ ഫോർമർ ഗവർണറായിട്ടുള്ള മൗണ്ട് ബാറ്റന്റെ പ്രിയ പത്നിയായിട്ടുള്ള ലേഡി മൗണ്ട് ബാറ്റനാണ് ജവഹർലാൽ നെഹ്റു എഴുതിയിരുന്നത്. അതായത് ലേഡി മൗണ്ട് ബാറ്റനുമായി ജവഹർലാൽ നെഹ്റുവിന് കത്തിടപാടുകൾ നിരന്തരം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആ കത്തിൽ എന്താണ് എന്നറിയാനുള്ള അവകാശം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കില്ലേ എന്നാണ് PMMLലെ അംഗം ചോദിക്കുന്നത്. ആ കത്ത് തിരികെ തരണം, ആ കത്ത് എവിടെ പോയി എന്നാണ് ഇപ്പോൾ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ജയപ്രകാശ് നാരായണൻ ഉൾപ്പെടെ എഴുതിയ കത്ത് അതിനകത്തുണ്ട്, ഇതെല്ലാം എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. PMML പ്രൈം മിനിസ്റ്റർ മ്യൂസിയം ആൻഡ് ലൈബ്രറി, ഇതിലെ അംഗമായിട്ടുള്ള റിസ്വാൻ ഖദ്രിയാണ് ഇത് LOP ഓട് ചോദിച്ചിരിക്കുന്നത്. LOP എന്ന് പറഞ്ഞാൽ ഒപ്പോസിഷൻ ലീഡറാണ്. ഒപ്പോസിഷൻ ലീഡർ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയോട് ചോദിച്ചിരിക്കുന്നത്, രാഹുൽ ഗാന്ധി നാഴികയ്ക്ക് 40 വട്ടം സവർക്കറെ വിമർശിക്കുമ്പോൾ ആരാണ് യഥാർത്ഥത്തിലുള്ള രാജ്യദ്രോഹി എന്ന് അറിയാനുള്ള താല്പര്യം BJPക്ക് ഉണ്ട് എന്നാണ് BJP അണികൾക്കിടയിൽ നിന്ന് വരുന്ന സംസാരം. കാരണം ലേഡി മൗണ്ട് ബാറ്റനുമായി ജവഹർലാൽ നെഹ്റുവിന് എന്താണ് ആ സമയത്ത് കത്തിടപാട് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. 2008 സോണിയാഗാന്ധിയുടെ ഉത്തരമനുസരിച്ച് ഈ കത്ത് മാറ്റി എന്ന് ഞാൻ പറഞ്ഞു. ഈ കത്ത് രാജ്യത്തിന്റെ പൈതൃകത്തിന്റെ ഭാഗമാണ്, ചരിത്ര പ്രധാനമായിട്ടുള്ള കത്താണ് എന്നാണ് ഈ ഖദ്രി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ BJP ഇത് ഒരു തുറുപ്പ് ചീട്ടായി എടുത്തിരിക്കുകയാണ്. BJPയുടെ സംബിത് പത്ര അടക്കം പറഞ്ഞിരിക്കുന്നത് രാഹുലെ ആ കത്ത് തിരികെ കൊടുക്കൂ എന്നാണ്. അത് സോണിയ മാഡത്തോട് രാഹുൽ പറയണം. പോരാത്തതിന് എന്താണ് ഈ കത്തിൽ എന്ന് രാജ്യത്തിന് അറിയാനൊരു താല്പര്യമുണ്ട് എന്ന ഒരു ദ്വയാർത്ഥ പ്രയോഗമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. പോരാത്തതിന് ഈ കത്ത് എടുത്തു മാറ്റാനുള്ള ധൈര്യം സോണിയാഗാന്ധിക്ക് എവിടെ നിന്ന് വന്നു എന്ന് BJP ചോദിക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെട്ട് വെച്ച രേഖകളാണ്. ചരിത്രത്തെ മാറ്റിമറിക്കുന്നു എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന നിങ്ങൾ തന്നെ ഈ കത്തെടുത്ത് മാറ്റുക എന്ന് പറയുമ്പോൾ അതിലും വലിയ അട്ടിമറി വേറെ എന്താണുള്ളത് എന്നാണ് BJP ചോദിക്കുന്നത്. പോരാത്തതിന് ഈ കത്ത് മാത്രമല്ല, 51 കാർട്ടൂൺ, കത്ത്, ഇമെയിൽ, 51 കാർട്ടൂൺ, പിന്നെ ഈ കത്ത്, മറ്റ് രേഖകൾ അടങ്ങുന്ന ഒരു ഇമെയിൽ തിരികെ തരണമെന്ന് പറഞ്ഞ് അത് സോണിയാഗാന്ധിക്ക് ഒരു ഇമെയിൽ ഇദ്ദേഹം അയച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു അദ്ദേഹം അയച്ചത്. ലേഡി മൗണ്ട് ബാറ്റനുള്ള കത്ത്, ഗോവിന്ദ് വല്ലഭ് പന്ത്, ജയപ്രകാശ് നാരായണനുള്ള രേഖകളുള്ള കൈമാറ്റം എല്ലാം അവിടെ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും സവർക്കറെ നാഴികയ്ക്ക് 40 വട്ടം വിമർശിക്കുന്ന ഇവർ സ്വന്തം മുത്തച്ഛൻ ലേഡി മൗണ്ട് ബാറ്റൻ എഴുതിയ ആ കത്ത് എവിടെ എന്നുള്ള ചോദ്യത്തിൽ മൗനം പാലിക്കുകയാണ്. നേരത്തെ നമുക്കറിയാം, മൗണ്ട് ബാറ്റന് ജവഹർലാൽ നെഹ്റു ഷേവ് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ ഒരു ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. അതിന് പ്രചുര പ്രചാരം ലഭിച്ചിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അത് വലിയ രീതിയിൽ ഉയർന്നു പോയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഫേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില മാധ്യമങ്ങളൊക്കെ രംഗത്തെത്തിയിരിക്കുന്നത്. ആധികാരികമായിട്ടുള്ള അതിൻ്റെ വിശ്വാസ്യത ഇപ്പോഴും തെളിഞ്ഞിട്ടില്ല. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഈ ലേഡി മൗണ്ട് ബാറ്റന്റെ കത്തുകൂടെ ഇപ്പോൾ സോണിയാഗാന്ധി എടുത്ത് മാറ്റിയ സ്ഥിതിക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ ലോക്സഭയിൽ ഈ വിവാദം വലിയ രീതിയിൽ കത്താനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.